മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയേ എന്ന രീതിയിൽ സഹിക്കാൻ പറ്റാതെ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം കൂടി ഇങ്ങോട്ട് വരും നിരന്ന് അങ്ങോട്ട് നിന്നേ. ദേ ഈ പ്രതികരണം അങ്ങോട്ട് പ്ലേ ചെയ്ത് കൊടുത്തേ, ഒന്ന് ചെവി തുറന്ന് കേൾക്കട്ടെ. താങ്കൾ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റും? ഞാൻ എല്ലാവരും കയറ്റുന്ന ആളാണല്ലോ, ആരെ വേണമെങ്കിൽ ഞാൻ കയറ്റും. എന്റെ കാറിൽ ആരൊക്കെ ജിമ്മി വന്നാലും എന്റെ കാറിൽ കയറും. കേരളത്തിന് ഞാൻ ചോദിക്കാം, വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണ്? അല്ല, എനിക്ക് ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം. സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട, പക്ഷേ ഒരു വളരെ വർഗീയമായ കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒരു വിമർശനം സമൂഹത്തിൽ നിൽക്കുമ്പോൾ എന്താണ് നിലപാട്? അല്ല, നമ്മുടെ നിലപാട് സമൂഹത്തിൽ എല്ലാ മതങ്ങളെയും മതവിശ്വാസങ്ങളെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന നിലപാടേ കേരളം എടുക്കാൻ പാടുള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു വർഗീയവാദം കളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ആരും ഉത്തരം പറയില്ല. അതെന്താ? ഞാൻ ആഭ്യന്തരം കേട്ടല്ലോ. നിയുക്ത മുഖ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ നിഴൽ മുഖ്യമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ആരെയും കാറി കയറ്റും ആണല്ലോ, അതിൽ യാതൊരു തർക്കവും ഇല്ല. ചോദ്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അവർക്കാവാം, അവർ ഇതുവരെ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി എന്ന പേരിൽ വിമർശനങ്ങൾ ഒരിടത്ത് ഉന്നയിക്കുന്നില്ല. വെള്ളാപ്പള്ളി പറഞ്ഞ വാചകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അയാൾ വർഗീയവാദി എന്ന പേരിൽ വിമർശിക്കാൻ കോൺഗ്രസിലെ ഒരൊറ്റ നേതാക്കന്മാർ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഇതെല്ലാം പിണറായി വിജയന്റെ ബാധ്യതയാണ്, ഇതെല്ലാം CPM-ന്റെ ബാധ്യതയാണ്. കാര്യം അയാൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്നുള്ള നിലയ്ക്കാണ് മറുപടി. കാര്യം SNDP യോഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് കാറിൽ കയറ്റി. ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും, അതായത് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരെ കണിച്ചിക്കുളങ്കരയിൽ ചെല്ലുന്നു. അവിടെ ചെന്നതിന് ശേഷം വെള്ളാപ്പള്ളിയെ വീട്ടിൽ നിന്നെടുത്ത് കാറിനകത്തിരുത്തി നേരെ അയ്യപ്പ സംഗമത്തിന് കൊണ്ടുപോയി എന്ന് ഇവരുടെ പല തരത്തിലുള്ള പ്രചരണങ്ങൾ കേൾക്കുമ്പോൾ തോന്നും. എന്നാൽ ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? അതായത് അയ്യപ്പ സംഗമത്തിന് ഒരു 150 മീറ്റർ അപ്പുറം അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ കാറിന് മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ, അങ്ങോട്ടേക്ക് പോകുകയാണ്. അതേ വേദി പങ്കിടുന്ന ഒരാൾ അവിടെ ഉണ്ട്, അദ്ദേഹത്തോടൊപ്പം വരുന്നോ എന്ന് ചോദിച്ചു. കാറിൽ കയറ്റി ഒരു 150 മീറ്റർ. അതിനകത്ത് ഈ ലോകത്താകമാനമുള്ള ചർച്ച നടത്താനുള്ള സമയമൊന്നും ഇല്ലല്ലോ. ഒരേ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റൊരാളോട് കാണിച്ച മാന്യത അല്ലെങ്കിൽ അയാളോട് കാണിച്ച ആദരവ്, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അതിലില്ല. പക്ഷെ അതിനെപ്പോലും എങ്ങനെയാണ് വക്രീകരിച്ച് വളച്ചൊടിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് എന്തോ പിണറായി ഒരു വലിയ അപരാധം ചെയ്ത പോലെയാണ് പറയുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കൃത്യമായിട്ട് ഈ കാര്യം വിശദീകരിച്ചതാണ്. പക്ഷേ നമുക്ക് അങ്ങോട്ട് സംതൃപ്തി വരില്ല. നമുക്ക് ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ ഇങ്ങനെ പറയുള്ളൂ എന്ന് പറയുന്നിടത്താണ് ചെന്നിത്തലയുടെ ഈ പ്രതികരണം നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഒന്ന് കാണിച്ചേ, ചെന്നിത്തലയും വെള്ളാപ്പള്ളിയും തമ്മിൽ കൂട്ടുകച്ചവടമുണ്ടെന്നുള്ള പ്രചരണം തുടങ്ങട്ടെ.